കോഴിക്കോട് എയർപോർട്ടും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയും കോഴിക്കോട്ടേക്ക് ചേർക്കണം, വടകര വേറെ ഒരു ജില്ലയാക്കണം, പൊന്നാനി തലസ്ഥാനമാകണം. അങ്ങനെ പല അഭിപ്രായങ്ങളും വരും. അതേസമയത്ത് ഒരു വ്യക്തമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള ഒരഭിപ്രായം. ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. പരിപാടിയിലേക്കും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെയും ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പത്രപ്രതിനിധികളോട് ആവശ്യപ്പെടുകയും ഈ വിഷയത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പണം ഞങ്ങൾ തരും. മലപ്പുറം ജില്ലയുടെ ജനസംഖ്യ ഡെൻസിറ്റി മൊത്തത്തിൽ എല്ലാ എല്ലാ ജില്ലകളുടെയും ഡെൻസിറ്റി കണക്കെടുക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു പഠനം നടത്തുകയും ചെയ്ത് ആനുപാതികമായ പുനർനിർണയം ആവശ്യമാണ് എന്ന് SYS നിരീക്ഷിക്കുന്നു. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ മൊത്തമെടുത്താൽ ഒരു റീസ്ട്രക്ചറിനുള്ള സാധ്യത ഇപ്പോൾ നന്നായി ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വളരെയേറെ മുതൽക്കൂട്ടാകുമെന്ന് SYS കാണുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റുകളിലൂടെ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്ക് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ മുൻകൂട്ടി കണ്ട് മറ്റു ജില്ലകളിലേക്കൊക്കെ പോയിട്ടുണ്ടാകും. ഇപ്പോൾ പുതിയ സീറ്റ് വന്നാലും സീറ്റ് ബാക്കിയായിരിക്കും. അതിനു പകരം നേരത്തെ തന്നെ ജില്ലയിൽ SSLC പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കണ്ട് അതിൻ്റെ ഒരു വിജയശതമാനവും തോതും മനസ്സിലാക്കി സീറ്റുകൾ നേരത്തെ ഉറപ്പിക്കുകയാണ് വേണ്ടത്. അടുത്ത വർഷമെങ്കിലും ഹയർ സെക്കൻഡറി സീറ്റ് ഒരു ചർച്ചയാവാത്ത വിധത്തിൽ പരിഹരിക്കാൻ സാധിക്കണം. അത്തരം ചില വിഷയങ്ങൾ വരുമ്പോൾ അത് പ്രാദേശികവാദമായും മറ്റു പലതരത്തിലും ദുർവ്യാഖ്യാനം ചെയ്ത് ജനമനസ്സുകൾക്കിടയിൽ അകലമുണ്ടാക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കേണ്ടതുമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മതസൗഹാർദ്ദത്തിലും ഐക്യത്തിലും രാജ്യത്തിന് തന്നെ മാതൃകയായ ജില്ലയാണ് മലപ്പുറം. എന്നാൽ ഇത്തരം വളരെ ന്യായമായ അവകാശങ്ങൾ ഉയർത്തുമ്പോൾ അതിനെ പ്രാദേശികമായും മതത്തിൻ്റെയും മറ്റും പേരിൽ ചാർത്തിയിട്ട്, പ്രത്യേകിച്ച് ആധുനിക സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് അത് ലോകം മുഴുക്കെ ഈ ജില്ലയെപ്പറ്റി അനാവശ്യമായ രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ ശ്രമം എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്. മലപ്പുറം ജില്ല മാത്രം നെടുകെ പിളർത്തുക എന്നുള്ളൊരാശയമല്ല. അതേസമയത്ത് മലപ്പുറം ജില്ലയിലെ ഡെൻസിറ്റി കൂടുതലാണെന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ മറ്റു ജില്ലകളുടെ ഭാഗമായും അല്ലാതെയൊക്കെയുള്ള ഒരു റീസ്ട്രക്ചർ വേണ്ടി വരും എന്നുള്ളതാണ്. ചിലപ്പോൾ പുതിയ ജില്ലകൾ വേണ്ടി വരും, അല്ലെങ്കിൽ എണ്ണം ഉള്ളത് തന്നെ മതിയാകാം. പലപ്പോഴായി ജില്ലകൾ വർദ്ധിച്ചു വന്നാണല്ലോ നമ്മൾ 14 എത്തി നിൽക്കുന്നത്. ഏറ്റവും അവസാനമായി വന്ന കാസർഗോഡും അതിനു മുമ്പ് വന്ന വയനാടും പത്തനംതിട്ടയും ഒക്കെ നമ്മളൊക്കെ നോക്കി കണ്ടതാണ്. അപ്പോൾ ഗവൺമെന്റ് അതിനെക്കുറിച്ച് നല്ലൊരു പഠനം നടത്തിയിട്ട് നീതിപൂർവമായ ഒരു ബാലൻസ് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജില്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ക്രിസ്ത്യൻ ഐഡന്റിറ്റിയുടെ പ്രശ്നമായിട്ട് നേരത്തെ
10 മുകളിലാണ് വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ